CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കോൺഗ്രസ് ഏജന്റ് താൻ വിളിച്ചതായി മാതൃഭൂമിയിൽ വ്യാജ വാർത്ത കൊടുത്തത് ദേശാഭിമാനി മുൻ റെസിഡന്റ് എഡിറ്റർ VB പരമേശ്വരനാണെന്ന് EP ജയരാജൻ പാർട്ടി വൃത്തങ്ങളിൽ പരാതിപ്പെട്ടു. വ്യാജവാർത്ത നൽകിയ മാതൃഭൂമി തിരുവനന്തപുരം ലേഖകൻ PK മണികണ്ഠൻ പരമേശ്വരന്റെ ചിങ്കിടിയാണെന്ന് ജയരാജന് വിവരം ലഭിച്ചിട്ടുണ്ട്. സർക്കാർ ഫണ്ട് വെട്ടിപ്പ് കേസിൽ മണികണ്ഠനെ സംരക്ഷിച്ചു നിർത്തുന്നത് പരമേശ്വരനാണെന്ന് ആക്ഷേപവുമുണ്ട്. VP പരമേശ്വരൻ വിരമിച്ച ശേഷവും റെസിഡന്റ് എഡിറ്റർ പദവിയിൽ തുടരട്ടെ എന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ താല്പര്യം അട്ടിമറിച്ചത് ജയരാജനാണ്. ഗോവിന്ദന് വേണ്ടി ദേശാഭിമാനിയിൽ ലേഖനങ്ങൾ എഴുതി നൽകിയിരുന്നത് പരമേശ്വരനായിരുന്നു. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ വിഷയം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായപ്പോൾ M സ്വരാജിന്റെ പേര് നിർദ്ദേശിച്ച് ഗോവിന്ദനെ വെട്ടിലാക്കിയത് ജയരാജനാണ്. സ്വരാജിന്റെ പേരിന് പിന്തുണയുമായി മന്ത്രി രാജീവും ശക്തമായി വാദിച്ചതോടെ തീരുമാനമായി. റെസിഡന്റ് എഡിറ്റർ സ്ഥാനത്ത് നിയമനം നീട്ടി നൽകുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ പരമേശ്വരന് കനത്ത തിരിച്ചടിയായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തലേന്ന് വരെ ഉറപ്പിച്ചിരുന്ന തുടർ നിയമനം ജയരാജൻ അട്ടിമറിച്ചതിൽ ക്ഷുഭിതനാണെന്ന് പരമേശ്വരൻ. അതിനുശേഷം ജയരാജനെതിരെ തുടർച്ചയായി വ്യാജ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതോടെ ഉറവിടം പാർട്ടി കേന്ദ്രങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. മെയ് 31-ന് പരമേശ്വരൻ വിരമിച്ചതിനെ തുടർന്ന് സ്വരാജ് റെസിഡന്റ് എഡിറ്ററായി ചുമതലയേറ്റു. മറ്റെവിടെയെങ്കിലും നിയമനം ശരിയാക്കാമെന്ന് ഗോവിന്ദൻ ആശ്വസിപ്പിച്ചെങ്കിലും നിരാശരായ പരമേശ്വരൻ കണ്ണൂരിലേക്ക് താമസം മാറ്റി. കേരള മീഡിയ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ചട്ടപ്രകാരമുള്ള കാലാവധി പൂർത്തിയാക്കിയ RSS ബാബുവിനെ മാറ്റി പരമേശ്വരന് ചെയർമാൻ സ്ഥാനം നൽകാൻ നീക്കം നടക്കുന്നുണ്ട്. ഇതിലും ജയരാജൻ ഇടങ്കോലിടാൻ സാധ്യത കാണുന്നുണ്ട്.